Good evening, everybody. Welcome to Let's Crack Kerala Exams with Unacademy. എൻ്റെ പേര് Anuja Mary Thomas. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആൻഡ് എക്സ്പ്രസീവ് ആർട്സ് തെറപ്പി ട്രെയിനർ ആണ്. ഞാൻ നിങ്ങളോടൊപ്പം ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് സൈക്കോളജി ആൻഡ് സംടൈംസ് ഹോം സയൻസ് ആൻഡ് ഓൾസോ സോഷ്യോളജി. And then crack Kerala PSC with India's largest learning platform. Please subscribe right now. And batch wise courses ഇപ്പോൾ start ചെയ്തിട്ടുണ്ട്. That means ഓരോ ബാച്ചിന്റെയും സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഓരോരോ ക്ലാസ്സസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദിശ പ്രോഗ്രാം ബാച്ച് 6 30-day കോഴ്സ് ഫോർ ഓൾ ദ 12th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഉണ്ട്. 8th മാർച്ചിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീസ് ആർ ദ എഡ്യൂക്കേറ്റേഴ്സ് വിച്ച് യു ആക്ച്വലി ഗെറ്റ്. ആൻഡ് ദെൻ വി ഹാവ് ഗോട്ട് ദ ദൗത്യം പ്രോഗ്രാം ദാറ്റ് ഈസ് ഓൾസോ സ്റ്റാർട്ടിംഗ് ഇൻ ദ 8th March. 75-day course for all the degree level exams is also actually starting. And then we have test series also happening. Test series നടക്കുന്നു. ജേതാവ് T20 series is also happening. അത് 20 minute 20 questions 20 minutes എന്താ പറയാ നമ്മളുടെ പ്രാക്ടീസിന്റെ നമ്മുടെ ഒരു എന്താ പറയുക ആൻസറിങ് കപ്പാസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒത്തിരി സഹായിക്കും ഈ ജേതാവ് T20 series. അപ്പം അതിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യുക. ആൻഡ് ദെൻ വി ഹാവ് ഗോട്ട് ദിശ പ്രോഗ്രാമും ഇപ്പോൾ നടക്കുന്നു. അപ്പം അതും നിങ്ങൾ എൻറോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 7, 14, 21, 28 തീയതികളിൽ നടക്കുന്നു. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് ടു ദാറ്റ് ആസ് വെൽ. പ്ലസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ അക്കാഡമിയിലെ പ്ലസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കാം. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻസ് നമുക്ക് ലഭിക്കുന്നു. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കവറേജ് ഓഫ് സിലബസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, ഇപ്പൊ നടക്കുന്ന ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് PYQ ഡിസ്കഷൻ എന്നൊക്കെ പറയുന്നത് ഫ്രീ ടെസ്റ്റ് സീരീസ് യൂട്യൂബിൽ ലൈവായിട്ട് കിട്ടുന്നു. അപ്പൊ പ്ലസ് ഫീച്ചറിൽ എത്രമാത്രം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നു. ആൻഡ് ഫ്രീ ആൻഡ് പ്ലസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കംപ്ലീറ്റ് സിലബസ് നമ്മൾക്ക് കിട്ടുന്നു. കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾ നമുക്ക് കിട്ടുന്നു. അൺലിമിറ്റഡ് PDF നോട്ട്സ് നമുക്ക് കിട്ടുന്നു. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഇസ് ഓൾസോ അവൈലബിൾ. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി വാട്ട് യു ഗെറ്റ് ഫ്രം പ്ലസ് അക്കാഡമി. ഇനി മറ്റൊരു ഫീച്ചർ ആണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. നമ്മൾ ഓരോരുത്തരുടെയും പേസ് ഓഫ് ലേണിംഗ് ഇസ് വെരി ഡിഫറെന്റ് അല്ലേ? നമ്മൾ ഒരാളൊരു കാര്യം പഠിക്കുന്ന പോലെയല്ല മറ്റൊരാൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഡൗട്ട്സും വളരെ ഡിഫറെന്റ് ആണ്. അപ്പം നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇങ്ങനത്തെ സിലബസ് നമ്മൾ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ഇവിടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അക്കാഡമി is giving you that feature about doubt clearing sessions. Okay, and then this is your Unacademy. This is your Unacademy. And you have got the best top educators. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് കേരള PSC യിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. മൻസൂർ അലി സർ തൊട്ട് വിദ്യ മാം വരെ and many more people are part of the Unacademy team. And this is your Unacademy. Unlocking the free content. എങ്ങനെയാണ് ഫ്രീ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Unacademy ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് Unacademyയുടെ സിമ്പിൾ. അവിടെ കേരള PSC ആണെങ്കിൽ കേരള PSC നെറ്റിന് കോച്ചിങ് ഉണ്ട്, JEEക്ക് കോച്ചിങ് ഉണ്ട്, എല്ലാത്തിനുമുള്ള കോച്ചിങ് ഉണ്ട്. സോ നെറ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ PSC സെലക്ട് ചെയ്യുക. അവിടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് സെലക്ട് ചെയ്യുക. അവിടെ നമ്മുടെ ഫ്രീ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി നമ്മുടെ റെഫറൽ കോഡ് AMT10 കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 12 മാസത്തെ സബ്സ്ക്രിപ്ഷന് 9350 റുപ്പീസ് ആണ്. നമുക്ക് 10% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. എന്ത് കൊടുക്കുമ്പോ? ഞങ്ങളുടെ ഈ കോഡ് കൊടുക്കുമ്പോ AMT10 എന്ന കോഡ് കൊടുക്കുമ്പോ യു ഗെറ്റ് 10% എന്താ പറയുന്ന ഡിസ്കൗണ്ട്. Okay, and EMI options are subscribe to plus. EMI options is also available. അപ്പോ നമുക്ക് കടക്കാം psychology MCQ practice series ലേക്ക്. Let's practice and learn and let's crack this. Okay, അപ്പോൾ ഇത് യൂസ്ഫുൾ ആകുക നെറ്റ് സെറ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും. അതോടൊപ്പം തന്നെ PSCയുടെ എല്ലാ സൈക്കോളജി പോർഷൻസിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഞാൻ PSC മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഇത് എഴുതിയിരിക്കുന്നത്. സൈക്കോളജിയിലെ നെറ്റും സെറ്റും ഫോക്കസ് ചെയ്താണ്. അപ്പൊ സൈക്കോളജിയുടെ എന്താ പറയുക ഒരു ലെവലിൽ PSC പഠിച്ച് എഴുതുന്നവർക്ക് യൂഷ്വലി എല്ലാവരും തന്നെ നെറ്റും സെറ്റും ഒക്കെ എഴുതുന്നവരാണ്. അപ്പൊ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സൈക്കോളജി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So question number 101. 1 എന്നൊക്കെ ഞാൻ എടുത്തു. So 101. When a 6-year-old child performs
performs the test of a 3-year-old child only, he is said to be. അതായത് 6 വയസ്സുള്ള ഒരു കുട്ടി ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ടെസ്റ്റിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി എന്തെന്നാണ് നമ്മൾ ആ കുട്ടിയെ വിളിക്കുക? ഓൺ ദ ബേസ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ ലൈവിലുള്ള ആൾക്കാർ ഇഫ് ദേ നോ ദ ആൻസർ പ്ലീസ് റിപ്ലൈ മീ. ഓക്കെ, സോ ആ ഒരു കുട്ടി 6 വയസ്സുള്ള കുട്ടി 3 വയസ്സുള്ള കുട്ടിയുടെ ലെവലിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി എന്തെന്ന് നമ്മൾ വിളിക്കുന്നു? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ഇന്റലിജന്റ്, ഓപ്ഷൻ ബി ഹൈലി ഇന്റലിജന്റ്, ഓപ്ഷൻ സി ഡൾ ഓർ ഇഡിയറ്റ്, ഓപ്ഷൻ ഡി ഗിഫ്റ്റഡ്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദ അബവ്. അപ്പൊ ഇവിടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത് മെന്റൽ ഏജ് എന്ന് പറയുന്നത് 3 വയസ്സുകാരന്റെ ലെവലിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ക്രോണോളജിക്കൽ ഏജ് ഇസ് ആക്ച്വലി 6. അപ്പം മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ് ഇവിടുത്തെ IQ. അപ്പൊ ആ ഒരു IQ വരുന്നത് ഡൾ ഓർ ഇഡിയറ്റ് കാറ്റഗറിയിലാണ്. അപ്പൊ ആ വ്യക്തിയുടെ ഇന്റലിജൻസ് കുറവാണെന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മളെ എന്താ പറയുന്നത്? IQ is equal to MA divided by CA into 100. ആ ഒരു എന്താണ് IQവിന്റെ ഫോർമുല നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 2. Spearman develop ചെയ്തത് ഏത് ഇന്റലിജൻസ് ആണ്? ഓക്കെ, തിയറി ഓഫ് മെന്റൽ എബിലിറ്റി ആണോ, കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ട് ലെവൽ ഇന്റലിജൻസ് ആണോ, 2 ടൈപ്പ് എബിലിറ്റി തിയറി ആണോ, 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? അപ്പോ ഞാൻ എപ്പോഴും പറയും സ്പിയർമൻ എന്ന് ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ കുന്തക്കാരൻ എന്ന് വിളിക്കുന്നത്, ഞാൻ എഴുതുന്നില്ല. സോ കുന്തക്കാരൻ, ആ പുള്ളിക്കാരന് 2 ഫാക്ടർ തിയറിയാണ്, 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. അപ്പൊ സ്പിയർമാനിന്റെ 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. എന്താ പറയുന്നത്, 2 അറ്റങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് എന്തെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. സോ കുന്തക്കാരന്റെ 2 ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്. ഓക്കെ, ഇനി question number 103, that is question number 3. Who developed the concept of primary mental abilities? Primary mental abilities എന്ന കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത് ആരാണ് എന്നാണ് ചോദ്യം. AR ജെൻസൺ ആണോ, EL ത്രോണ്ടൈക്ക് ആണോ, JP ഗിൽഫോർഡ് ആണോ, LL ത്രസ്റ്റൺ ആണോ, അതോ RB കറ്റേൽ ആണോ? അപ്പൊ ഇതിൽ ആരാണ് പ്രൈമറി മെന്റൽ എബിലിറ്റീസ്? നമുക്ക് കുറച്ച് 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതാരാണ് മുൻപോട്ടേക്ക് വെച്ചതെന്നാണ് ചോദ്യം. 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞത് മറ്റാരുമല്ല, LL ത്രസ്റ്റൺ ആണ്. സോ ത്രസ്റ്റൺ is the one who put forward the idea of primary mental abilities. Okay, ഇനി 104, fourth question. Who has conceived intelligence as abstract, practical, social? Abstract, practical, social എന്ന രീതിയിൽ ഇന്റലിജൻസിനെ മനസ്സിലാക്കിയത് ആരാണ്? RB കറ്റേൽ ആണോ, AR ജെൻസൺ, JP ഗിൽഫോർഡ്, ഓപ്ഷൻ D EL ത്രോണ്ടൈക്ക്, or E none of the above? ആരെങ്കിലും ഉണ്ടോ ലൈവിൽ എനിക്ക് ഉത്തരം പറഞ്ഞു തരാൻ? Anybody is available in live? Okay, let's start this in our way. So, intelligence in abstract, practical, social എന്നീ നിലയിൽ കണ്ട വ്യക്തി is none other than EL ത്രോണ്ടൈക്ക് ആണ്. ത്രോണ്ടൈക്ക് ആണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട്, പ്രാക്ടിക്കൽ, സോഷ്യൽ എന്നീ തലങ്ങളിൽ ഇന്റലിജൻസിനെ കണ്ട വ്യക്തി. Okay, ഇനി question number 5. Wechsler's first scale of intelligence was developed primarily for. Wechsler'sന്റെ വിസ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയുന്ന വിസ്ക് എന്ന് പറയുന്ന വെഷ്ലേഴ്സ് ഇന്റലിജൻസ് സ്കെയിൽ എന്നറിയപ്പെടുന്ന വെഷ്ലേഴ്സിന്റെ ഫസ്റ്റ് സ്കെയിൽ ആർക്ക് വേണ്ടി, പ്രൈമർലി ആർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്? ചിൽഡ്രൻസിനാണോ, ബേബീസിനാണോ, ആനിമൽസിനാണോ, അഡൽട്സിനാണോ, നൺ ഓഫ് ദ എബവ് ആണോ? സോ 5th ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ആക്ച്വലി അഡൽട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. വെഷ്ലറിന്റെ ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടത് അഡൽട്സിന് വേണ്ടിയാണ്. ഓക്കെ, ഇനി വേറൊരു എന്താ പറയുക ഒരു മെട്രിസസ് ആണ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ് റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്. അപ്പൊ റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് ഈസ് എന്ത് കൾച്ചർ ബൗണ്ട്, അതായത് ഏത് കൾച്ചറിൽ ഉപയോഗിക്കാവുന്നതാണോ? ടെസ്റ്റ് ഓഫ് മെമ്മറി ആണോ? ഇസ് ഇറ്റ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്? കൾച്ചർ ഫെയർ ടെസ്റ്റ് ആണോ? അതോ നൺ ഓഫ് ദ എബവ് ആണോ? ഇറ്റ് ഈസ് ആക്ച്വലി കൾച്ചർ ഫെയർ ടെസ്റ്റ് ആണ്. അത് കൾച്ചറിനെ ഒന്നും ബാധിക്കുന്നതല്ല. ഇതൊരു പ്രോഗ്രസീവ് മെട്രിസസ് ആണ്, ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൾച്ചറിൽ ഇത് എന്താ പറയുക ഇൻവോൾവ് ആകുന്നുണ്ട്. കൾച്ചർ ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല ഈ ഒരു റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസിനെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം 100 ചോദ്യങ്ങൾ 100 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൾച്ചറിനെ ബാധിക്കും, എഡ്യൂക്കേഷനെ ബാധിക്കും. പക്ഷെ എന്നാൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണെങ്കിൽ അത് കൾച്ചർ ഫെയർ ടെസ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ, കൾച്ചർ ഫെയർ ടെസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7.
Who has developed the structural model of theory? Structural model of intelligence develop ചെയ്തത് ആരാണ്? Structural model of intelligence, SOI model എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന structural model of intelligence നെ develop ചെയ്തത് ആരാണ്? This none other than JP Guilford ആണ്. Structural model theory Guilford ആണ് develop ചെയ്തത്. Guilford. Okay, ini question number 8, എട്ടാമത്തെ ചോദ്യം. Thorndike's one factor analysis theory of intelligence lies between the theories. അപ്പം Thorndikeന്റെ Louis Thurstonന്റെ എന്താ പറയുക factor analysis theory of intelligence lies between, ഇത് ഏത് രണ്ട് തിയറികളുടെ ഇടയിലാണ് കിടക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ആക്ച്വലി കിടക്കുന്നത് സ്പിയർമാന്റെ 2 factor തിയറിയും അതോടൊപ്പം തന്നെ ത്രോണ്ടൈക്കിന്റെ എന്താ പറയുന്ന ഇന്റലിജൻസ് തിയറി എന്തായിരുന്നു? ത്രോണ്ടൈക്കിന്റെ തിയറി അബ്സ്ട്രാക്ട്, പ്രാക്ടിക്കൽ, സോഷ്യൽ എന്നീ രണ്ട് കോൺസെപ്റ്റുകൾക്കിടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ത്രസ്റ്റന്റെ ഫാക്ടർ അനാലിസിസ് ഇന്റലിജൻസ് ലൈ ചെയ്യുന്നത്. സ്പിയർമാന്റിന്റെയും ത്രോണ്ടൈക്ക് ഇനീഷ്യൽ ഇയേഴ്സിലുള്ള ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. Who is associated with the multi-factor theory of intelligence? Multi-factor theory of intelligence ആരാണ് മുൻപോട്ടേക്ക് വെച്ചത് എന്നാണ് ചോദ്യം. E.G. Boring, Wechsler, C. Guilford, D. Thurston, E. None of the above. Who is associated? ഇതിനകത്ത് ആരാണ് multi-factor theory of intelligenceുമായിട്ട് ഒപ്പം നിൽക്കുന്നത്? പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഒക്കെ multi-factor theory ഒരു ടൈപ്പ് ഓഫ് multi-factor തിയറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ it is none other than ആരാണ്? ലൂയിസ് തേഴ്സ്റ്റൺ. Okay, in question number 110, that is 10th question, എന്താണെന്ന് നോക്കാം. The extract quoted from the book The Complete History of the Life and Adventures of Robinson Crusoe by Daniel Defoe may serve as a very good example of, അതായത് റോബിൻസൺ ക്രൂസോയുടെ അഡ്വഞ്ചേഴ്സിനെ പറ്റിയുള്ള ഒരു ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുമെന്നാണ് ചോദ്യം. A. Crystallized Intelligence, B. Specific factor of intelligence, C. General factor of intelligence, fluid intelligence, abstract level of intelligence. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻസൺ ക്രൂസോയുടെ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ബുക്ക് is an example of fluid intelligence. Fluid intelligence ആണ്, അതായത് നമുക്ക് ഇന്നേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇന്റലിജൻസ് ആണ്. ബൈ ഏജ് കുറഞ്ഞു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്, ദാറ്റ് ഈസ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ക്രിസ്റ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ കൂടുന്തോറും എന്താ പറയുന്നത് ഏജ് കൂടുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് കൂടുന്നതാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. Okay, ഇനി 111, അതായത് 11th question. Who has regarded intelligence as a capacity of the organism to adjust itself to an increasingly complex environment? അതായത് who has regarded intelligence as a capacity of the organism to adjust itself to an increasingly complex environment? ഒരു എൻവയോൺമെന്റിൽ എന്താ പറയാ, ഒരു എൻവയോൺമെന്റില് ആ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? ഇറ്റ് ഇസ് നൺ അതർ ദാൻ സ്പെൻസർ ആണ്. സ്പെൻസർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസർച്ചർ ആണ് പറഞ്ഞത്. ഇറ്റ് ഇസ് ആക്ച്വലി ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇസ് എ കപ്പാസിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു ആൻ ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് എൻവയോൺമെന്റ്. ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അവനെ തന്നെ എന്താ പറയുക കപ്പാസിറ്റേറ്റ് ചെയ്യാനുള്ള, അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? സ്പെൻസർ പറഞ്ഞു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. Who described the composition of intelligence in terms of intellectual breadth and intellectual altitude? Who described the composition of intelligence in terms of intellectual breadth and intellectual altitude? എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ R.B. Cattell, ഓപ്ഷൻ ബി A.R. Jensen, ഓപ്ഷൻ സി L.L. Thurston, ഓപ്ഷൻ ഡി E.G. Boring, ഓപ്ഷൻ ഇ Carl Spearman. അപ്പം ഇതിനകത്ത് ഇന്റലിജൻസ് ബ്രെഡ്ത്ത് ആൻഡ് ഇന്റലിജൻസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത് is none other than question is B. A.R. Jensen. A.R. Jensen ആണ് ഇന്റലക്ച്വൽ ബ്രെഡ്ത്ത്, ഇന്റലക്ച്വൽ ആറ്റിറ്റ്യൂഡ് എന്നീ കോൺസെപ്റ്റുകൾ മുൻപോട്ടേക്ക് വെച്ചത്. സീനി ക്വസ്റ്റ്യൻ നമ്പർ 113. According to Wechslerന്റെ accordingly, intelligence is global because it characterizes the individual's behavior. Individualsന്റെ behaviorനെ characterize ചെയ്യുന്നത് കൊണ്ട് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഗ്ലോബൽ ആണെന്ന് വെഷ്ലർ പറഞ്ഞു വെച്ചു.
According to Wechsler, intelligence is global because it characterizes the individual's behavior as a what? Throughout the world ano, as a learning capacity, as the capacity to learn ano, as the ability to carry an abstract thinking ano, other option D as a whole ano. So it is actually as a whole. Okay, മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയുമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആയതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് ഇസ് ഗ്ലോബൽ എന്നാണ് പറയുന്നത്. Okay, in question number 14. It has been suggested that mental growth stops somewhere between the age. Mental growth ഏത് ഏജിൽ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 16 to 20, ഓപ്ഷൻ ബി 14 to 24, ഓപ്ഷൻ സി 10 to 20, ഓപ്ഷൻ ഡി 8 to 12, ഓപ്ഷൻ ഇ 6 to 8. ഏത് ഏജിലാണ് മെന്റൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ബിറ്റ്വീൻ 16 to 20. 16നും 20നും വയസ്സിനിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് പറയുക. Okay, in question number 115. Mental age reaches its maximum limit by about the age of. Mental age maximum എത്തുന്നത് ഏത് പ്രായത്തിലാണ്? ഇപ്പം ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഏജിനെയാണ് നമ്മൾ എന്താ പറയുക ക്രോണോളജിക്കൽ ഏജ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫോർ മീ CA is 27. So എൻ്റെ mental age reaches its maximum limit by the age of. നമ്മുടെ ഈ ഇപ്പം അതായത് മെന്റൽ ഏജ് മെന്റൽ ഫങ്ഷനിങ്ങിന്റെ ലെവൽ ഉണ്ടല്ലോ, ലെവൽ ഓഫ് മെന്റൽ ഫങ്ഷനിങ്, അതാണ് MA എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ മെന്റൽ ഏജ് മാക്സിമം ലിമിറ്റിൽ എത്തുന്നത് ഏത് ഏജിലാണെന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഇസ് ആക്ച്വലി D 20. 20 വയസ്സിലാണ് മെന്റൽ ഏജ് അതിന്റെ മാക്സിമത്തിൽ എത്തുക. ഓക്കെ, ഇനി 116. Which type of tests of intelligence was developed when people of different languages or illiterates had to be tested? Illiterates has to be tested. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, പല ക്വസ്റ്റ്യൻസും എന്താ പറയാ ഇങ്ങനെ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 100 ചോദ്യങ്ങളുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ ഡിഫറെന്റ് ലാംഗ്വേജ്, ഇപ്പൊ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് എന്താ ഇന്റലിജൻസ് ഇല്ലെന്നാണോ അർത്ഥം? അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ലാംഗ്വേജസിലുള്ള ആൾക്കാർക്ക് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് വെർബൽ ടെസ്റ്റുകളാണോ, ബി റീസണിംഗ് ടെസ്റ്റുകളാണോ, സി നോൺ വെർബൽ ടെസ്റ്റുകളാണോ, ഓപ്ഷൻ ഡി കൾച്ചർ ഫ്രീ ടെസ്റ്റ് ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? സോ ഡിഫറെന്റ് ലാംഗ്വേജസിനെയും ഇല്ലിറ്ററേറ്റ്സിനെയും ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ സോ ദ ആക്ച്വൽ വാട്ട് വി യൂസ് ഇസ് ആക്ച്വലി വാട്ട് എന്താണ് നോൺ വെർബൽ ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം വെർബൽ കമ്പോണന്റ് ഇല്ലാത്ത ടെസ്റ്റുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 117. നോൺ വെർബൽ ടെസ്റ്റുകൾ മറ്റെന്തൊക്കെയാണ്? ആർ ഓൾസോ കോൾഡ് ജനറൽ ടെസ്റ്റുകൾ, സ്പെസിഫിക് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, റിലയബിൾ ടെസ്റ്റ്, നൺ ഓഫ് ദ അബവ്. അപ്പൊ ഇതിനെ എന്തെന്നാ നമ്മൾ വിളിക്കുക? ഇറ്റ് ഇസ് നോൺ വെർബൽ ടെസ്റ്റുകളെ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ക്യൂബുകൾ എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേണിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും. സോ നോൺ വെർബൽ ടെസ്റ്റ് ആർ ഓൾസോ കോൾഡ് ആസ് പെർഫോമൻസ് ടെസ്റ്റ്. അപ്പൊ ഭാട്ടിയ എന്നൊക്കെ പറയുന്ന ടെസ്റ്റ്, ഭാട്ടിയുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ഒക്കെ പെർഫോമൻസ് ടെസ്റ്റുകളാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. E.L. Thorndike's multi-factor theory of intelligence is at one extreme of the interpretations regarding the nature of. E.L. Thorndike's multi-factor theory of intelligence is at one extreme of the interpretations regarding the nature of A. Motor organization, option B. Intellectual organization, option C. Mental organization, option D. Reasoning. It's none of the above. It is actually interpretation regarding the nature of mental organization. പറ്റിയാണ് E.L. Thorndikeന്റെ multi-factor theory of intelligence പറഞ്ഞു വെക്കുന്നത്. Okay, understood. ഇനി next question number 119. Yes, the two-factor theory and the group-factor theory of intelligence emerged from the method of. അപ്പം ഏത് മെത്തേഡിലൂടെയാണ് two-factor theory and also group-factor theory of intelligence emerge ചെയ്തത് എന്നതാണ് ചോദ്യം. It is actually through the method of factor analysis എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് തിയറീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എമർജ് ചെയ്തത് ഈ രണ്ട് ടെക്നിക്ക് വഴിയായിട്ടാണ്. The first scale devised primarily to identify mentally deficient children in the school of Paris is known as. അപ്പം ആദ്യമായിട്ട് mentally deficient ആയിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി സ്കൂൾ ഓഫ് പാരീസിൽ ഡിവൈസ് ചെയ്യപ്പെട്ട ഫസ്റ്റ് സ്കെയിൽ ഏതാണെന്നാണ് ചോദ്യം.
Option A, Thurston scale. Option B, 1905 Binet Simon scale. Option C, Wechsler scale. Option D, Galton scale. Option E, Spencer scale. അപ്പം ആദ്യമായിട്ട് പാരീസിലുള്ള ഈ കുട്ടികളെ പറ്റി, അതായത് ഐഡന്റിഫൈഡ് മെന്റലി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികളെ പറ്റി പഠിക്കുന്നതിന് ഡെവലപ്പ് ചെയ്ത സ്കെയിൽ ഏതാണ്? 1905 Binet Simon scale ആണ് ആദ്യത്തെ ഇന്റലിജൻസ് സ്കെയിൽ. Okay, in question number 121, the Stanford revision of the Binet-Simon scale 1905 Binet-Simon scale, Binet-Simon intelligence scale is derived from the fact that a revision was made at Stanford University under the direction of. അപ്പോൾ ഈ 1905 ഇറങ്ങിയ Binet-Simon intelligence scale ന്റെ സ്റ്റാൻഫോർഡ് വേർഷൻ, സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് വേർഷൻ ഇറങ്ങി. അത് ആരുടെ എന്താ പറയാ, ആരുടെ ഡയറക്ഷനിലാണ് ഈ ഒരു സെക്കൻഡ് വേർഷൻ ഇറങ്ങിയതെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് നൺ അതർ ദാൻ LM Lewis Terman. LM Terman. Option D is the correct answer. Okay, in question number 122, the concept of intelligence quotient was devised by a German psychologist. അപ്പോൾ ഈ ഇന്റലിജൻസ് quotient എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത് ആരാണ്? Who was the one who put forward the idea of intelligence quotient? Intelligence quotient എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ച വ്യക്തി ആരാണ്? Option A, Spencer. Option B, Stern. Option C, Thurston. Option D, E.G. Boring. Option E, Galton. അപ്പോൾ ഇന്റലിജൻസ് quotient നമുക്ക് അതിന്റെ ഫോർമുല ഒക്കെ അറിയാം. ഫോർമുല ചോദിച്ചത് ആരാന്നല്ല, കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് quotient ആരാണ് മുൻപോട്ടേക്ക് വെച്ചത് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് വില്യം സ്റ്റേൺ. ഓപ്ഷൻ ബി is the correct answer. Okay, in question number 23, the index of an individual's intellectual development determined by dividing his mental age by his chronological age and multiplying the result by 100 is known as what? ഇപ്പൊ ഞാൻ പലതവണ പറഞ്ഞു, intellectual development, mental age divided by chronological age divided by what? Intellectual development determined by dividing his mental age by his chronological age and multiplying the result into 100 എന്ന് പറയുന്നത് ഇത് എന്താണ്? IQ ആണ്. അപ്പോൾ ഇതെന്താണ്? ഓപ്ഷൻ ഡി, ഇന്റലിജൻസ് quotient is the right answer. Okay, in question number 124, animals do not have what? Animalsന് എന്താണ് ഇല്ലാത്തത്? ബിഹേവിയർ ആണോ, മെമ്മറി ആണോ, ഡ്രൈവ് ആണോ, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ആണോ, none of the above ആണോ? ആനിമൽസിന് ഇല്ലാത്തത് എന്താണ്? They don't have abstract intelligence. At least we think they don't have abstract intelligence. നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. ഇനി അവർക്കുണ്ടോ എന്ന് നമ്മൾ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പം ആനിമൽസിന് ഇല്ലാത്തതെന്ന് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ആണ്. ഇനി question number 25, the tests of intelligence developed by Galton mainly dealt with. അപ്പോൾ ഗാൾട്ടൺ ഡെവലപ്പ് ചെയ്ത ഇന്റലിജൻസ് ടെസ്റ്റുകൾ മെയിൻലി എന്ന ഫാക്ടറിനെ പറ്റിയാണ് പഠിച്ചത് എന്നാണ് ചോദ്യം. പേഴ്സണാലിറ്റിയെ പറ്റിയാണോ, ഹെറിഡിറ്ററി ഫാക്ടേഴ്സിനെ പറ്റിയാണോ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ പറ്റിയാണോ, അതോ പെർസെപ്ച്വൽ മോട്ടോർ സ്കിൽസിനെ പറ്റിയാണോ, അതോ നൺ ഓഫ് ദ എബവ് ആണോ? സോ ദ ആൻസർ ഇസ് ആക്ച്വലി ഡി, പെർസെപ്ച്വൽ മോട്ടോർ സ്കിൽസിനെ പറ്റിയാണ് ഗാൾട്ടന്റെ ഇന്റലിജൻസ് ടെസ്റ്റ് പഠിച്ചത് അല്ലെങ്കിൽ ഡെൽറ്റ് ചെയ്തത്. ഓക്കെ, ആവറേജ് ഇന്റലിജൻസ് ഏത് IQ റേഞ്ചിൽ പെടുന്നു? ഏത് IQ റേഞ്ചിൽ പെടുന്നതാണ് ആവറേജ് ഇന്റലിജൻസ്? ക്വസ്റ്റ്യൻ നമ്പർ 126. What is the answer for 126? Options are option A 30 to 60, option B 15 to 75, option C 85 to 115, option D 150 to 185, option E 240 to 340. ഇത് ശരിക്കും പറഞ്ഞാൽ ജീനിയസ്, സൂപ്പർ ജീനിയസ് ആ ഒരു ലെവലിലാണ് വരുന്നത്. ആവറേജ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തിലെ എല്ലാവരെയും കൂടെ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാർ കിടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ പോകുന്ന റേഞ്ച് ആണ് ആവറേജ് ഇന്റലിജൻസ് റേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി 85 to 115. Okay, in question number 27, culture free test of intelligence was developed by. അതായത് കൾച്ചർ ഫ്രീ ടെസ്റ്റുകൾ, കൾച്ചർ എഫക്റ്റ് ആവാത്ത ഇന്റലിജൻസ് ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഗാൾട്ടൺ, ഓപ്ഷൻ ബി സ്പെൻസർ, ഓപ്ഷൻ സി കെറ്റേൽ, ഓപ്ഷൻ ഡി വെഷ്ലർ, ഓപ്ഷൻ ഇ ത്രോൺഡെ. ദ ആൻസർ ഇസ് ആക്ച്വലി ആരാണ്? കെറ്റേൽ ആണ് കൾച്ചർ ഫ്രീ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28, 28ാമത്തെ ചോദ്യം ആരാണ്? Fluid and crystallized intelligence are the major theoretical components of intellectual activity proposed by. Fluid and crystallized intelligence are the major theoretical components of intellectual activity proposed by. ആരാണ്? Fluid and crystallized intelligence മുമ്പോട്ടേക്ക് വെച്ചത് ആരാണ്?
അല്ലെങ്കിൽ ആ ഒരു theoretical component മുമ്പിലേക്ക് വെച്ചത് ആരാണ്? RB Cattell ആണ്. Okay, in question number 129, fluid intelligence is a general relation perceiving capacity which represents one potential intelligence somewhat independent of. Fluid intelligence എന്ന് പറയുന്നത് independent of what? Personality and creativity. Option B, socialization and education. Option C, creativity and emotion and motivation and personality. ഇതിനകത്ത് external factor വരുന്ന ഏതാണ്? Socialization and education. Socialization and education ഇതിന് ബന്ധമുള്ളത് crystallized intelligence ആയിട്ടായിരിക്കും. Okay, in question number 130, crystallized intelligence reflects much more of one. Crystallized intelligence എന്താണ് കൂടുതൽ ആൾക്കാരെ കാണിക്കുന്നത്? ആൾക്കാരുടെ എന്താണ് റിവീൽ ചെയ്യുന്നത്? പേഴ്സണാലിറ്റി ആണോ, മോട്ടിവേഷൻ ആണോ, ഇമോഷൻ ആണോ, അതോ കൾച്ചറൽ എക്സ്പ്ലോഷൻ ആണോ, ക്രിയേറ്റിവിറ്റി ആണോ? ഇറ്റ് ഇസ് ആക്ച്വലി കൾച്ചറൽ എക്സ്പോഷർ ആണ്. കാരണം എക്സ്പീരിയൻസ് വഴിയായിട്ടാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കൂടുക. അപ്പൊ നമ്മൾ പറയും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച്, സോ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് കൂടുന്നു. അതേസമയം ഫ്ലൂയിഡ് ഇന്റലിജൻസ് ഏജ് കൂടുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഫ്ലൂയിഡ് ഇന്റലിജൻസ് കുറയുന്നു. Okay, understood. In question number 131, Piaget's stage-oriented theory conceived of intelligence as. Piaget's stage-oriented theory എന്തിനെയാണ്? ഇന്റലിജൻസിനെ എന്തായിട്ടാണ് കൺസീവ് ചെയ്തത്? an adaptive process ആയിട്ടാണോ, personality aspect ആയിട്ടാണോ, ഓപ്ഷൻ സി motivational factor ആയിട്ടാണോ, ഓപ്ഷൻ ഡി ക്രിയേറ്റീവ് ഫാക്ടർ ആയിട്ടാണോ, ഓപ്ഷൻ ഇ none of the above. അപ്പൊ ഇതിനകത്ത് ഏതായിട്ടാണ് പെർസീവ് ചെയ്തത്? പിയാഷെയുടെ സ്റ്റേജ് ഓറിയന്റഡ് മോഡൽ കൺസീവ് ചെയ്തത് ഇന്റലിജൻസിനെ ഒരു അഡാപ്റ്റീവ് പ്രോസസ് ആയിട്ടാണ്. അപ്പൊ പണ്ട് മുതലേ ഒരു ഇൻഡിവിജ്വലിന് അതിന്റെ എൻവയോൺമെന്റിൽ എന്താ പറയുക അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ് ഇന്റലിജൻസ് എന്ന് സ്പെൻസർ ഉൾപ്പെടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ പിയാഷെയുടെ സ്റ്റേജ് ഓറിയന്റഡ് തിയറിയിലും ഇന്റലിജൻസിനെ ഒരു അഡാപ്റ്റീവ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32, J.S. Brunner views cognitive development as essentially the evolving use of. J.S. Brunner views cognitive development as essentially the evolving use of A, external representation, option B, sensation, option C, perception, option D, internal representation, option E, none of the above. But J.S. Brunner cognitive development ine endinte essentially endinte evolving aayittaan, evolving use of what endaayittaan kandadennaanu chodyam. Options are A, external representation, option B, sensation, C, perception, D, internal representation. അപ്പോൾ J.S. Brunner കണ്ടത് internal representations ആയിട്ടാണ്. ഇനി question number 33, which theory of intelligence maintains that intelligence should be measured in terms of such functions as sensory processing, coding, strategies, memory and other mental capacities involved in learning and remembering? അതായത് ഏത് തിയറി ഓഫ് ഇന്റലിജൻസ് ആണ് ഇന്റലിജൻസ് എന്ന് പറയുന്നതിനെ മെഷർ ചെയ്യേണ്ടത് in terms of function as sensory processing ന്റെ ഫംഗ്ഷൻ ആയിട്ട്, മെമ്മറി ആയിട്ട്, മെന്റൽ കപ്പാസിറ്റീസ് ഒക്കെ ആയിട്ടാണെന്ന് പറഞ്ഞു വെച്ച തിയറി ഏതാണെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറിയാണ്. ഇപ്പൊ നമുക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ഫംഗ്ഷൻ, പ്രോസസ്സിംഗ്, കോഡിംഗ് സ്ട്രാറ്റജീസും മെമ്മറീസും മെന്റൽ കപ്പാസിറ്റീസും ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ കറക്കി കൂത്താം. ഇറ്റ് ഇസ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി. ഓക്കെ, ഇനി 134. In 1916, Lewis Terman of Stanford University brought out an American version of. Lewis Terman സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, അത് ലൂയിസ് ടെർമനെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്നത് 105 പുറത്തിറങ്ങിയ 1905 പുറത്തിറങ്ങിയ എന്താ പറയുന്നത് ബിനെറ്റ് ആൻഡ് സൈമൺ സ്കെയിലിനെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എഡിറ്റ് ചെയ്ത വ്യക്തിയാണ് ലൂയിസ് ടെർമൻ. അപ്പം അദ്ദേഹം 1914 അമേരിക്കൻ വേർഷൻ ഓഫ് ഏത് ടെസ്റ്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്? 134 സംശയമൊന്നുമില്ല, ബിനെയുടെ സ്കെയിലാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 35. Computers and calculators are the best example of. കമ്പ്യൂട്ടേഴ്സും കാൽക്കുലേറ്റേഴ്സും ഏതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്? അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്, കോഗ്നിറ്റീവ് എബിലിറ്റി, സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡി പ്രൈമറി മെന്റൽ എബിലിറ്റീസ്, ഇ none of the above. കമ്പ്യൂട്ടേഴ്സിനും കാൽക്കുലേറ്റേഴ്സിനും ഒക്കെ എന്താണ് നമുക്കറിയാം. ഇറ്റ് ഇസ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്.
Okay, in question number 136, Vinay and Terman worked from a notion of intelligence as an overall ability related to. Vinayum Termanum worked for a notion. Intelligence in overall ability of what? എന്തായിട്ടാണ് കരുതിയത്? Option A, emotion and motivation. Option B, intelligence and personality. Option C, abstract reasoning and problem solving. Option D, reasoning and perceptual speed. Option D, none of the above. It's nothing else but abstract reasoning and problem solving ആയിട്ടാണ് കരുതിയത്. ഇനി question number 137, mental age can be expressed in a relation to chronological age. In order to estimate the mental age നെ എന്താ chronological age ആയിട്ട് express ചെയ്യാനായിട്ട് പറ്റും. In order to explain എന്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? റേറ്റ് ഓഫ് ഡെവലപ്മെന്റിനെ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി mental age can be expressed in relation to chronological age in order to estimate the rate of development. ഇപ്പോൾ mental age കുറവാണെങ്കിൽ rate of development എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി question number 38, who viewed that rote learning ability level 1 may be a necessity but not sufficient condition for the emergence of problem solving. ഇപ്പം ആരാണ് rote learning ability ഒരു necessity ആണ് എന്നാൽ sufficient condition അല്ല for the emergence of problem solving level 2 എന്ന് പറഞ്ഞത് ആരാണ്? 138 question. It is nobody but A.R. Jensen. Okay, in question number 139, the concept of mental age in adult is mental age എന്ന് വെച്ചാൽ എന്താ? Meaninglessness, meaningful, related to creativity, related to sociability, related to motivational factors. 139, it is mental age എന്ന് പറയുന്നത് അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 20 ഏജ് വരെ മെന്റൽ ഏജ് മാക്സിമത്തിൽ എത്തത്തുള്ളൂ. ഓക്കെ, ഇനി question number 140, a ratio IQ is useful only with ratio IQ useful ആവുന്നത് എപ്പോഴാണ്? Only with old women, old men. Option C, adults. Option D, children. Or option E, none of the above. A ratio IQ is useful only with. Ratio IQ useful ആയിട്ടുള്ളത് ഏതാണ്? Option D, it is only useful for children. Okay, in question number 141, at the top of the IQ distribution there are individuals who are ആരാണ്? A, idiots. Option B, imbecile. Option C, intellectually gifted. Option D, morons. Option E, none of the above. IQ distributionന്റെ മേലെ നമ്മൾ കാണുന്ന ആ ഒരു കാറ്റഗറിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? It is intellectually gifted ആയിട്ടുള്ള ആൾക്കാരെന്നാണ്. സുപ്രീം IQ ഉള്ള ആൾക്കാർ intellectually gifted ആയിട്ടുള്ളവരെന്നാണ് വിളിക്കുക. ഇനി question number 42, very often psychologists refer to the abilities tested by intelligence and scholastic aptitude tests are. Very often psychologists refer to the abilities tested by intelligence and scholastic aptitude test as creativity, cognitive abilities, reasoning. Option E, none of the above. ഇതിൽ ഏതായിട്ടാണ് ഇന്റലിജൻസിനെ എന്തായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതെന്നാണ് ചോദ്യം. Question number 142, the answer is cognitive ability ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. Okay, it is considered as cognitive ability. ഇനി question number 141, at the top of IQ 143, the Stanford Binet Intelligence Scale is arranged by. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ബോഡി വെയിറ്റ് ആണോ, ബ്ലഡ് വെയിറ്റ് ആണോ, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആണോ, ഏജ് ലെവൽസ് ആണോ? നൺ ഓഫ് ദ എബോവ് ആണ്. സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിലിനെ എങ്ങനെയാണ് ലൂയിസ് ടെർമൻ പുട്ട് ഫോർവേഡ് ചെയ്ത സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ അല്ലെങ്കിൽ അതിന് പുള്ളിയാണ് നേതൃത്വം വഹിച്ചത്. അതിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഇറ്റ് ഇസ് ആക്ച്വലി അറേഞ്ച്ഡ് ഓൺ ദ ബേസ് ഓഫ് ഏജ് വൈസ് ആണ് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. In question number 144, Wechsler scale of intelligence is arranged by. Wechsler scale of intelligence എങ്ങനെയാണ്? ഏജ് ലെവൽസ് വഴിയായിട്ടാണോ, ബോഡി വെയിറ്റ് ആണോ, റീസണിംഗ് കപ്പാസിറ്റി ആണോ, ടൈപ്പ് ഓഫ് ഐറ്റം ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ഇറ്റ് ഇസ് ആക്ച്വലി Wechsler scale അറേഞ്ച് ചെയ്തിരിക്കുന്നത് is by type of items. Okay, in question number 145, multi-factor theory of intelligence is otherwise known as multi-factor theory of intelligence. ഇനി മറ്റെന്ത് പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? Option A, two-factor theory of intelligence. Option B, synthetic theory of intelligence. Option C, reasoning theory of intelligence. Option D, crystallized theory of intelligence. Or option E, none of the above. Multi-factor theory നെ എന്തായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണക്കാക്കുന്നത്? 145, the answer is actually synthetic theory of intelligence എന്നാണ് multi-factor theory of intelligence നെ അറിയപ്പെടുന്നത്.
Okay, in question number 146, the first attempt for standardization of mental test in India was made by. First attempt for standardization of mental test. അപ്പോൾ mental ടെസ്റ്റിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇന്ത്യയിൽ നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ എ ഡോക്ടർ SM മുഹ്സിൻ, ഓപ്ഷൻ ബി VV കമ്മത്ത്, ഓപ്ഷൻ സി ഡോക്ടർ CH റൈസ്, ഓപ്ഷൻ ഡി ഡോക്ടർ ഷൊഹൈൽ ലാൽ, ഓപ്ഷൻ ഇ none of the above. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് മെന്റൽ ടെസ്റ്റ് ഇൻ ഇന്ത്യ നടത്തിയത്? The question for 146, the answer is none other than CH റൈസ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലുള്ള മെന്റൽ ടെസ്റ്റുകൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ തുടങ്ങിയത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 147, an intelligent person is likely to be attracted more by. ഒരു ഇന്റലിജന്റ് പേഴ്സൺ എന്തിനോടാണ് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടാൻ ചാൻസസ്? ഓപ്ഷൻ എ ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലെക്സ് ടാസ്ക്, ഓപ്ഷൻ ബി സിമ്പിൾ ടാസ്ക്, ഓപ്ഷൻ സി ഇഡിയറ്റ്സ്, ഓപ്ഷൻ ഡി ഡൾ ടാസ്ക്, ഓപ്ഷൻ ഇ മോട്ടോർ ടാസ്ക്. അപ്പോൾ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തി എന്തിനോടായിരിക്കും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലെക്സ് ടാസ്കുകളാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 48, the term in mental test intelligence measures intelligence from the age of. അപ്പം പല ഇന്റലിജൻസ് ടെസ്റ്റുകളുണ്ട്. ബിനെ സൈമൺ സ്കെയിൽ ആദ്യം വന്നു, പിന്നെ ടേമിന് ഇതിനെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ വന്നു, വെഷ്ലർ സ്കെയിൽ വന്നു, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കെയിൽ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ടേം ഇൻ മെറിൽ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഏത് ഏജ് മുതലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഫ്രം 2 years and upwards to adult. 2 വയസ്സ് മുതൽ അഡൽട്ട് ഏജ് വരെ നമുക്ക് ടേം ഇൻ മെറിൽ ടെസ്റ്റ് സ്കെയിൽ ഉപയോഗിക്കാം. ഇനി 149th question, the Binet type test of intelligence, the Binet type tests of intelligence are called. Binet type ടെസ്റ്റിനെ എന്തെന്നാണ് നമ്മൾ വിളിക്കുക? ഗ്രൂപ്പ് ടെസ്റ്റ് ആണോ, ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണോ, സി കൾച്ചർ ഫ്രീ ടെസ്റ്റ് ആണോ, ഓപ്ഷൻ ഡി തെറാപ്യൂട്ടിക് ടെസ്റ്റ് ആണോ, ഓപ്ഷൻ ഡി none of the above ആണോ? ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ്. ബിനെ സൈമൺ ടെസ്റ്റ് ഒക്കെ ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്, അത് ഗ്രൂപ്പ് ടെസ്റ്റുകളല്ല. ഓക്കെ, ഇനി 150, who said that intelligence is an innate general cognitive ability? അപ്പം ഒരു എന്താ പറയുന്നത്, ആരാണ് പറഞ്ഞത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി, എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി ആണ് ഇന്റലിജൻസ് എന്ന് ആര് പറഞ്ഞു? ഇറ്റ് ഈസ് none other than actually ഇയൽ ത്രോണ്ടേക്ക് ആണ് തിയറി, അദ്ദേഹത്തിന്റെ തിയറി പറഞ്ഞത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് കോഗ്നിറ്റീവ് എബിലിറ്റി ആണെന്ന് പറഞ്ഞു വെച്ചു. Okay, in question number 151, educational psychologists have observed correlation between IQ and academic success. അതിപ്പോൾ നമുക്കാണെങ്കിലും കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ, ഐക്യുവും നമ്മുടെ അക്കാഡമിക് സക്സസും തമ്മിൽ എന്താ പറയുക ഒരു പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഒരു കോറിലേഷൻ ഉണ്ടെന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചു. A is the highest in primary school, is highest in colleges, is highest in high school, is lowest in primary school, or none of the above. It is actually highest in primary സ്കൂളുകളിലാണ്. പ്രൈമറി സ്കൂൾ ലെവൽ കാലഘട്ടത്തിലാണ് ഐക്യവും അക്കാഡമിക് സക്സസും തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചത്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു കാലഘട്ടം അതായതുകൊണ്ട് തന്നെ. ഇനി 152, the Stanford Binet scales are referred to as individual tests because. എന്തുകൊണ്ടാണ് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിലുകളെ ഇന്റലിജൻസ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ബിക്കോസ് ഓപ്ഷൻ എ they must be administered to groups. Stanford Binet scale they must be administered to group ആണോ? ഓപ്ഷൻ ബി they must be administered to abnormal people എന്നാണോ? they must be administered to animals എന്നതുകൊണ്ടാണോ? അതോ they must be administered to one person at a time എന്നാണോ? none of them ആണ്. നേരത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. they must be administered to one individual test ആണ്. Okay, so Standard Binet scales are referred to as individual test because എന്തുകൊണ്ടാണ്? Roshni is here. Good to have you on board. So 152, the answer is B. Correct answer, Roshni. In question number 153, that is 53rd question. So in an intelligence test, a 10-year-old girl scores IQ of 120. What is her mental age? അപ്പോൾ ഒരു ഇന്റലിജൻസ് ടെസ്റ്റിൽ ഒരു 10 വയസ്സ് വരെ, അപ്പോൾ 10 വയസ്സ് വരെയുടെ ക്രോണോളജിക്കൽ ഏജ് എത്രയാണ്? 10. ഓക്കെ, IQ എത്രയായിരിക്കും?
IQ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത് 120. അപ്പോൾ MA എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം IQവിന്റെ ഫോർമുല ഇതിനറിഞ്ഞാൽ മതി. IQ is equal to MA divided by chronological age into 100. അപ്പോൾ ഈ ഫോർമുല വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ A 13, ഓപ്ഷൻ B 15, ഓപ്ഷൻ C 12, ഓപ്ഷൻ D 10, ഓപ്ഷൻ E 16. 120 ഇന്റലിജൻസ് ടെസ്റ്റ് വരണമെങ്കിൽ ആ ഫോർമുല വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 12 is the answer. 12 മെന്റൽ ഏജ് വരും. Okay, mental age are actually 12. Okay, കണക്കൂട്ടാൻ പോയതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇനി question number 154. The mentally gifted IQ and above 130 comprises about. Mentally gifted നമ്മുടെ ഒരു പോപ്പുലേഷനിൽ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. 20% of the population ആണോ, 25%, 2%, 40%, 50%. അപ്പം mentally gifted ആയിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വളരെ റെയർ ആണ്. 2% of the population ആണ് mentally gifted ആയിട്ടുള്ളത്. Okay, 153C correct answer. ഇനി 154 പറയാം. 154 is what? 154 is C. Yes. Okay. Next question. അടുത്ത ചോദ്യം. 155. Spearman's basic assumption is that all mental tasks require two kind of ability and these are. Spearman പറഞ്ഞു എല്ലാ mental taskകൾക്കും രണ്ട് kind of abilities വേണം എന്നാണ് പറഞ്ഞത്. അതേതൊക്കെയാണ്? A. Crystallized Intelligence and Fluid Intelligence. B. Intellectual breadth and intellectual altitude ആണോ? C. Associative ability, cognitive ability ആണോ? Option D. General ability, specific ability ആണോ? Option E. None of the above. Spearman's two-factor theory-ക്കകത്ത് എന്താ അദ്ദേഹം പറയുന്നത്? It is what? It is option D. D അല്ലേ? വേഗം പറ. Option D. Yes, correct answer. General intelligence, specific intelligence എന്നീ കോൺസെപ്റ്റുകളെ മുൻപോട്ടേക്ക് വെച്ചതാണ് സ്പിയർമാന്റെ two-factor theory. അതായത് എല്ലാവരിലുമുള്ള general ability G factor എന്നും S factor എന്നും രണ്ട് കോൺസെപ്റ്റുകൾ. Okay, good. In question number 156, Binet was who? Binet എഴുത്തുകാരനായിരുന്നു. ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് അതോ അമേരിക്കൻ ആണോ? Who was he? He is actually what? He's actually അറിയാവോ? Binet was a German psychologist, Russian psychologist, C. French psychologist, D. English psychologist, American psychologist. Binet was actually who? A French psychologist. He was actually a French psychologist. Okay, in question number 157, the first attempt for standardizing mental test in India was made by Dr. C.H. Rice. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിനകത്തുണ്ടായിരുന്നു മെന്റൽ ടെസ്റ്റുകളെ ഇന്ത്യയിൽ ആദ്യം സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് നോക്കിയ വ്യക്തി ഡോക്ടർ C.H. റൈസ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എവിടെ വെച്ചിട്ടായിരുന്നു? ഹൈദരാബാദ്, ന്യൂഡൽഹി, ഭുവനേശ്വർ, ലഹോർ, ചെന്നൈ. അപ്പം ഡോക്ടർ C.H. റൈസിന്റെ ഇന്റലിജൻസ് ടെസ്റ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എവിടെ വെച്ചാണ് നടന്നത്? ഇറ്റ് ഇസ് ഫ്രം ലഹോർ. ലഹോറിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് നടന്നത്. Okay, in question number 158, who was the major force in bringing the Binet test into mainstream of academic psychology in America? അപ്പം Binet ടെസ്റ്റിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്ത മെയിൻ സ്ട്രീം എന്താ പറയുന്നത് അക്കാഡമിക് സൈക്കോളജിയുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആർ ബി കെറ്റേൽ, ഓപ്ഷൻ ബി എ ആർ ജെൻസൺ, ഓപ്ഷൻ സി ഇ ജി ബോറിംഗ്, ഓപ്ഷൻ ഡി ലൂയിസ് ടെർമൻ, ഓപ്ഷൻ EBL Thorndike. അപ്പോൾ ഇതിൽ ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ബിനെറ്റ് ടെസ്റ്റിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വർക്ക് ചെയ്ത വ്യക്തി is none other than ഓപ്ഷൻ ഡി ലൂയിസ് ടെർമൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് ഉപയോഗിച്ച് എന്താ പറയുന്നത് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിലൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തല്ലോ. അപ്പൊ അദ്ദേഹം തന്നെയായിരുന്നു ബിനെറ്റ് സ്കെയിലിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന വ്യക്തി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 159. Which intelligence test provide 3 type of intelligence score? 3 intelligence score തരുന്ന അത് ഏത് intelligence test ആണ്? Verbal IQ, performance IQ and a composite IQ. സബ്സെറ്റുകളെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ 3 സ്കോറുകൾ തരുന്ന ഏത് ഇന്റലിജൻസ് ടെസ്റ്റ് ആണെന്നാണ് ചോദ്യം. 159 വെഷ്ലർ സ്കെയിൽ ആണോ, ബിനെറ്റ് സൈമൺ സ്കെയിൽ ആണോ, സി റേവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് അല്ലെങ്കിൽ RPM ആണോ, ഡി ത്രസ്റ്റൺ സ്കെയിൽ ആണോ, നൺ ഓഫ് ദ എബവ് ആണ്? ഇറ്റ് ഇസ് ആക്ച്വലി വെഷ്ലറിന്റെ ഇന്റലിജൻസ് സ്കെയിൽ ആണ്. ആദ്യമായിട്ട് അഡൽട്സിന് വേണ്ടിയാണ് വെഷ്ലറിന്റെ ഫസ്റ്റ് വെർഷൻ കൊണ്ടുവന്നത്. അപ്പം IQ, പെർഫോമൻസ്, കമ്പോസിറ്റ് ആൻഡ് ഓൾസോ വെർബൽ ഇത്രയും കിട്ടും വെഷ്ലറിന്റെ സ്കെയിൽ വെച്ചിട്ട്.
Okay, in question number 60, who viewed that intelligence is an adaptive process that involves the interplay of biological maturation and interaction with the environment? അപ്പം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റീവ് പ്രോസസ് ആയിട്ടും അതിനകത്ത് ബയോളജിക്കൽ മച്ചുറേഷനും അതോടൊപ്പം തന്നെ ഇൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസും ഇന്ററാക്ഷനും ഒക്കെ ഉണ്ടെന്ന് ഇതിൽ ആരാണ് പറഞ്ഞു വെച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A. Jean Piaget, option B. E.L. Thorndike, option C. Kurt Lewin, option D. E.G. Boring, option E. A.R. Jensen. അപ്പോൾ ഇതിനകത്ത് ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു അഡാപ്റ്റീവ് പ്രോസസ് ആയിട്ടും ഇറ്റ് ഓൾസോ ഇൻവോൾവ് ദി ഇൻവോൾവ്മെന്റ് ഓഫ് ബയോളജിക്കൽ മച്ചുറേഷൻ എന്നും അതോടൊപ്പം തന്നെ ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞത് ആരാണ്? 160 ക്വസ്റ്റ്യൻ നമ്പർ 160യുടെ ഉത്തരം is who? ജീൻ പിയാഷെ ആണ്. ജീൻ പിയാഷെ ആണ് ഇതിനെ ഇന്റലിജൻസിനെ അഡാപ്റ്റീവ് പ്രോസസ് ആയിട്ട് കണക്കാക്കിയത്. ഓക്കെ, സോറി, ഐ ഗെസ് there was എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഐ ഗെസ് ഐ ഹാവ് rectified it. So question number 161, the deviation IQ expressed a person's relative intellectual status within his or her age group by a measure derived from ഏതാണ്? F score ആണോ, T score ആണോ, Z score ആണോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ, അതോ നൺ ഓഫ് ദ എബവ് ആണോ? ഏതാണ് ശരിക്കും? 161. The deviation IQ expresses a person's relative intellectual status within his or her age group by a measure derived from F score, T score, Z score, D standard deviation, none of the above. So question number 161, the answer is actually Z score. Z score കൊണ്ടാണ്. Okay, in question number 162, Arnold Louis Gesell viewed his test as measuring not intelligence but the child's level of development. Arnold Louis Gesell ടെസ്റ്റിനെ വ്യൂ ചെയ്തത് ഇന്റലിജൻസിന്റെ മെഷർ ആയിട്ടല്ല, പക്ഷെ ചൈൽഡിന്റെ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആയിട്ടാണ്. ഓക്കെ, ദ സ്കോർ ആൻഡ് ഇൻഫന്റ് ഒബ്റ്റെയിൻഡ് ഇസ് therefore called. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കോറിനെ ഇന്റലിജൻസ് സ്കോറിനെ ചിലപ്പോൾ വിളിച്ചു കാണത്തില്ല. പിന്നെ എന്തെന്നായിരിക്കും വിളിച്ചത്? ഇന്റലിജൻസ് കോഷ്യന്റ്, B. developmental quotient, option C. fluid intelligence score, option D. abstract intelligence score, option E. none of the above. So the question number 162 അല്ലെങ്കിൽ 62 question answer is developmental quotient ആയിട്ടാണ് കണക്കാക്കിയത്. അപ്പൊ ഇതിനകത്ത് ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാകും this test is a measure of not intelligence but a child level of development എന്ന് പറയുമ്പോൾ തന്നെ അതിനെ developmental quotient ആയിട്ടാണ് കണക്കാക്കിയത്. In question number 163, the term intelligence is derived from the Latin word framed by Cicero to translate a Greek word used by Aristotle to include. ശരിക്കും പറഞ്ഞാൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം ഇന്റലിഗറെ എന്നൊക്കെ പറയുന്ന ഒരു ടേമിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫ്രെയിംഡ് ബൈ സിസറോ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് അരിസ്റ്റോട്ടിൽ എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ്? all cognitive processes, specific cognitive processes, all affective processes, D. specific affective processes, option E. none of the above. Question number 163, all cognitive processes. ഇതൊക്കെ കാണാതെ പഠിക്കാൻ വഴിയുള്ളൂ കേട്ടോ. all cognitive processes എന്നുള്ള ഒരു ടേമിലാണ് അല്ലെങ്കിൽ അതിനെ അരിസ്റ്റോട്ടിൽ ഉപയോഗിച്ച ഒരു വാക്കിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തത്. In question number 164, who defined intelligence as the power of apprehending the relationship? Intelligence ne എന്താ പറയുക, പല ഇന്റലിജൻസിന്റെ ഡെഫിനേഷൻസ് ഉണ്ട്. ഡെഫിനേഷൻസ് എല്ലാം പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇപ്പം അഡാപ്റ്റീവ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇന്റലിജൻസിനെ ആര് ഡിഫൈൻ ചെയ്തതാണെന്ന് ചോദിച്ചാൽ ഇന്നയാള്, അല്ലെങ്കിൽ അതിനൊരു ഇന്നൊരു എബിലിറ്റി ആണെന്ന് പറഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാവണം. അപ്പോൾ ഇന്റലിജൻസിന്റെ എല്ലാ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻസും കാണാതെ പഠിക്കണമെന്നില്ല. മേജർ ആയിട്ടുള്ളത് ഏതാണെന്ന് പഠിച്ച് അതിനകത്തെ മെയിൻ പോയിന്റ്, ഇപ്പൊ പവർ ഓഫ് അപ്രിഹെൻഡിങ് റിലേഷൻഷിപ്പ് എന്നാണ് ഇന്റലിജൻസിനെ പറയുന്നതെന്ന് ആര് പറഞ്ഞു? ഇറ്റ് ഇസ് നൺ അതർ ദാൻ വാട്ട്, വയാട്ടനോ വാട്ടനോ ഒക്കെ വിളിക്കാം കേട്ടോ. He said that intelligence is the power of apprehending the relationship. Okay, in question number 65, 165, which view of intelligence held that intelligence was one of the innate faculties along with learning, thinking and remembering, etc. So monarchic view ആണോ, oligarchic view ആണോ, Gestalt view ആണോ, behavioristic view ആണോ, psychoanalytical view ആണോ? Question number 165, the answer is oligarchic view. Oligarchic. The view that intelligence held that intelligence was the one of the innate faculties along with അതൊക്കെ ഇന്റലിജൻസ് എന്ന് പറയുന്നതും ഒരു innate quality ആണ്, ലൈക്ക് വിത്ത് ലേണിംഗ്, തിങ്കിങ്, റിമെമ്പറിംഗ് പോലെ അത് ഒരു innate അതാണെന്ന് പറഞ്ഞ വ്യൂ oligarchic view ആണ്.
Okay, in question number 66, the first systematic theory on the nature of intelligence was put forward by British psychologist. Question number 166, the answer is option A, A.R. Jensen, option B, Carl Spearman, option C, R.B. Cattell, option D, J.P. Guilford, option E, E.G. Boring. Well, the first systematic theory on nature of intelligence was put forward by the British psychologist. Option B, Charles Spearman. Okay, in question number 167. ആരാണ് ഇന്റലിജൻസിനെ നമ്മുടെ ഒരു ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് വിളിച്ചത്? 167. ഓപ്ഷൻ എ ടെർമൻ, ഓപ്ഷൻ ബി ഗാൾട്ടൺ, ഓപ്ഷൻ സി വെഷ്ലർ, ഓപ്ഷൻ ഡി സ്പെൻസർ, ഓപ്ഷൻ ഇ ഇ.ജി. ബോറിംഗ്. അപ്പം ആരാണ് ഇന്റലിജൻസിനെ ഒരു ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി ആയിട്ട് കണക്കാക്കിയത് ആരാണ്? ഇറ്റ് ഇസ് നൺ അതർ ദാൻ ഗാൾട്ടൺ. ഗാൾട്ടൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, in who defined intelligence as the global capacity of the individual to act purposefully, to think naturally, to deal effectively with the environment. ഞങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ള ഒരു ഇന്റലിജൻസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. It's the global capacity of the individual to act purposefully, think naturally, deal effectively with the environment. ഇത് ആരുടെ നമ്മൾക്ക് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ദിസ് 168 is by ആരാണ് ഇത് ഫോർവേഡ് ചെയ്തത്? ബിനെ ആണോ, ഗാൽട്ടൺ ആണോ, വെഷ്ലർ ആണോ, സ്പെൻസർ ആണോ, ടെർമൻ ആണോ? I wish somebody was here to answer this. So the answer here is none other than Wechsler. Wechlerന്റെ ഒരു എന്താണ് ഡെഫിനിഷൻ ആണ് ഇത്. Question number 169. Two-factor theory of intelligence നെ അഡ്വാൻസ് ചെയ്ത് നമ്മൾ ചോദ്യം മുഴുവൻ വായിച്ചിട്ട് വേണം ഉത്തരം കൊടുക്കാൻ. Two-factor theory of intelligence was advanced by അഡ്വാൻസ് ചെയ്ത ആരാണ്? ഗാൾട്ടൺ ആണോ? ഓപ്ഷൻ ബി സ്പിയർമാൻ. Two-factor theory ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇത് സ്പിയർമാന്റെ ആണ്. ഓപ്ഷൻ എ ഗാൾട്ടൺ, ഓപ്ഷൻ ബി കാൾ സ്പിയർമാൻ, ഓപ്ഷൻ സി സ്പെൻസർ, ഓപ്ഷൻ ഡി ടെർമൻ, ഓപ്ഷൻ ഇ വെഷ്ലർ. ഇതിനകത്ത് 169 ചോദ്യത്തിന്റെ ഉത്തരം is ആരാണ്? കാൾ സ്പിയർമാൻ ആണ്. Okay, question number 70. Who defined intelligence as the capacity to do well in intelligence? Intelligence എന്ന് പറയുന്നത് ഇന്റലിജൻസ് ടെസ്റ്റിൽ നല്ലപോലെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആണെന്ന് ആരാണ് ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗാൾട്ടൺ, ഓപ്ഷൻ ബി ഇ.ജി. ബോറിംഗ്, ഓപ്ഷൻ സി സ്പെൻസർ, ഓപ്ഷൻ ഡി ടെർമൻ, ഓപ്ഷൻ ഇ സ്പിയർമാൻ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് ഇ.ജി. ബോറിംഗ് ആണ്. How boring? In question number 71. Spencer viewed that intelligence is the capacity of the organism to adjust itself to an increasingly. അതായത് ഒരു എൻവയോൺമെന്റുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടാണ് സ്പെൻസർ ഇതിനെ കണ്ടത്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ് ഇൻക്രീസിംഗ്ലി ടു വാട്ട്? സിമ്പിൾ എൻവയോൺമെന്റ്, creativity, temperament, complex environment, none of the above. His answer is 171D. കോംപ്ലക്സ് എൻവയോൺമെന്റ്. കോംപ്ലക്സ് എൻവയോൺമെന്റുമായിട്ട് ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു ഓർഗാനിസത്തിന്റെ കപ്പാസിറ്റിയാണ് സ്പെൻസർ ഇന്റലിജൻസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 72. E.L. Thorndike held that intelligence is a combination of different abilities and functions at E.L. Thorndike പറഞ്ഞതനുസരിച്ച് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് എബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ആറ്റ് എത്ര ലെവൽസ് ആണ്? 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, നൺ ആണോ? ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 172ന്റെ ഉത്തരം 3 ഡിഫറെന്റ് ലെവൽസിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. Okay, in question number 173, who considered G factor as a kind of well or spring of mental energy that flows into everything that the individual does to meet everyday needs? അപ്പോൾ ഒരു വ്യക്തിയുടെ എവറിഡേ നീഡ്സിന് വേണ്ടി അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഫ്ലോ ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് G ഫാക്ടറിനെ കണ്ടത് ആരാണെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് none other than കാൾ സ്പിയർമാൻ. കാൾ സ്പിയർമാൻ ആണ് G ഫാക്ടറിനെ ഇങ്ങനെ ഒരു എനർജി ആയിട്ട് കണ്ടത്. ഇനി question number 74. Who developed the idea of three-dimensional model of intelligence? Three-dimensional model of intelligence put forward ചെയ്തത് ആരാണ്? അത് ഈസി ആയിട്ടുള്ള ചോദ്യം. നമ്മുടെ ഈ ക്യൂബിന്റെ ഒരു മോഡൽ, ഈ ക്യൂബ് വരയ്ക്കാൻ അറിയോ എന്ന് എനിക്കറിയില്ല. ഓപ്പറേഷൻസും ഫങ്ഷൻസും ഒക്കെ ആയിട്ട് കണ്ടത് ഇങ്ങനെ ഇന്റലിജൻസിനെ ഒരു ക്യൂബിന്റെ മോഡലിൽ റെപ്രസെന്റ് ചെയ്ത വ്യക്തി is none other than J.P. Guilford. Okay. In question number 175, a theorist of intelligence held that intelligence is a composed of two factors. രണ്ട് factors ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫ്ലൂയിഡ് ടെസ്റ്റും ക്രിസ്റ്റലൈസ്ഡ് ടെസ്റ്റും. അത് പറഞ്ഞ തിയറിസ്റ്റ് ആരാണ്? എ ആർ ജെൻസൺ, ഓപ്ഷൻ ബി ആർ.ബി. കെറ്റേൽ, ഓപ്ഷൻ സി ജെ.പി. ഗിൽഫോർഡ്, ഓപ്ഷൻ ഡി കാൾ സ്പിയർമാൻ, ഓപ്ഷൻ ഇ ഇ.ജി. ബോറിംഗ്. അപ്പം ഇതാരാണ് പറഞ്ഞത്? കെറ്റേൽ ആണ് ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിന്റെയും കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ച വ്യക്തി. ഓക്കെ,
It is simple as that. And then question number 76. 76ാമത്തെ ചോദ്യം ഇവിടെ തുടങ്ങുന്നു. അശ്വമേധം നടത്തുന്നുണ്ട്. സോറി, कौन बनेगा करोड़पति बोलना. So 176. Who viewed intelligence as an attribute of the person like any other attribute such as blood pressure, temperature, etc. അതായത് ഇന്റലിജൻസിനെ ഒരു വ്യക്തിയുടെ ആട്രിബ്യൂട്ട് ആയിട്ട്, അതായത് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ പോലെയുള്ള ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് ഇതിൽ ആരാണ് വ്യൂ ചെയ്തത്? ബിനെ അല്ല. ഏതായാലും ത്രസ്റ്റനോ അല്ല, ഗിൽഫോർഡോ അല്ല, സ്പിയർമാനോ അല്ല. ഇവർക്കൊക്കെ അവനവന്റെ തിയറീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പേഴ്സന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് കാണുന്നത് A.R. ജെൻസൺ ആണ്. Question number 77. The composition of intelligence in terms of intellectual breadth and intellectual attitude. Intellectual altitude, intelligence breadth, ഇതിന്റെ രണ്ടിന്റെയും കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചതും ആരാണ്? A.R. ജെൻസൺ ആണ്. അപ്പം രണ്ട് കാര്യങ്ങൾ ഓർത്തുക. ഒന്ന് ആട്രിബ്യൂട്ട് ആയിട്ട് പറഞ്ഞു, അതായത് ഇന്റലക്ച്വൽ ബ്രെഡ്ത്ത്, ഇന്റലക്ച്വൽ ആൾട്ടിറ്റ്യൂഡ്, ഈ രണ്ട് കോൺസെപ്റ്റും A.R. ജെൻസന്റെ ആണ്. ഓക്കെ. ഇനി question number 78. Who held the view that mental functioning involves two types of abilities, an associative ability and cognitive ability? അപ്പം ഇതും പറഞ്ഞു വെച്ചത് is none other than A.R. ജെൻസൺ ആണ്. അപ്പം എന്തൊക്കെ നമ്മൾ ഓർത്തു വെക്കണം A.R. ജെൻസനെ പറ്റി പറയുമ്പോൾ? A.R. ജെൻസൺ നമ്മുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കോൺസെപ്റ്റ് എന്തായിരുന്നു? പറഞ്ഞല്ലോ, ഇന്റലക്ച്വൽ ബ്രെഡ്ത്ത് എന്നും ഇന്റലക്ച്വൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് രണ്ടെണ്ണം മുമ്പോട്ടേക്ക് വെച്ചു. അതോടൊപ്പം തന്നെ മെന്റൽ ഫംഗ്ഷനിങ് ഇൻവോൾവ്സ് രണ്ട് ടൈപ്പ് ഓഫ് എബിലിറ്റീസ്. ഏതൊക്കെയാണ്? അസോസിയേറ്റീവ് എബിലിറ്റി ആൻഡ് ദെൻ കോഗ്നിറ്റീവ് എബിലിറ്റി. ഓക്കെ. അപ്പം ഇത് രണ്ടെണ്ണം ഉണ്ടെന്നും പറഞ്ഞു. ആരാണ് പറഞ്ഞത്? A.R. ജെൻസൺ. അപ്പൊ A.R. ജെൻസൺ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കാം. Question number 79. The first Binet-Simon scale for measuring intelligence was constructed in. Binet-Simon scale ആദ്യമായിട്ട് ഇന്റലിജൻസ് ടെസ്റ്റ്, Binet-Simonന്റെ ആദ്യത്തെ ടെസ്റ്റ് ഏത് വർഷമാണ് പുറത്തിറങ്ങിയതെന്നാണ് ചോദ്യം. പലതവണ ഇപ്പം പല ഉത്തരങ്ങളുടെയും കൂടെ തന്നെ പറഞ്ഞു. ആദ്യത്തെ ടെസ്റ്റ് 1905 പുറത്തിറങ്ങുന്നത്. Question number 80. The concept of mental age. Mental age എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്രോണോളജിക്കൽ ഏജ് അല്ല, മെന്റൽ ഏജ്, ഇന്റലക്ച്വൽ എബിലിറ്റിയുടെ ആ ഒരു ഏജിനെ എന്ന് പറയുന്ന മെന്റൽ ഏജിന്റെ കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത് ആരാണെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് നൺ അതർ ദാൻ ആൽഫ്രഡ് ബിനെ തന്നെയാണ്. ബിനെയാണ് എന്താ പറയാ മെന്റൽ ഏജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ദ വെരി ടേം ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്തത്, ഫോർമുല അല്ല ചോദിക്കുന്നത്, term ആരാണ് കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. A.R. ജെൻസൺ, J.P. ഗിൽഫോർഡ്, വില്യം സ്റ്റേൺ. So the term was actually brought by William Stern ആണ്. Okay. According to Spearman, what did G stand for? അപ്പോൾ സ്പിയർമാനെ സംബന്ധിച്ചിടത്തോളം സ്പിയർമാന്റെ തിയറി അനുസരിച്ച് G and S factor തിയറി. അപ്പൊ അതിനകത്ത് G എന്താണ്? It is general intelligence. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണല്ലോ വേഗം പോകുന്നത്. So general intelligence. Question number 83. If a child's chronological age is 8, ഒരു കുട്ടിയുടെ chronological age എന്ന് പറയുന്നത് 8ഉം mental age എന്ന് പറയുന്നത് 9ഉം ആണെങ്കിൽ അപ്പൊ 9 divided by 8 into 100 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The IQ would be, കണക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, mental age divided by chronological age into 100. ഞാൻ 10 പ്രാവശ്യം ഇത് കാണാം. അപ്പൊ ഈ ഒരു മറന്നു പോകാതിരിക്കുക കേട്ടോ. So 183, the answer is actually 112.50 ആണ് ആ കുട്ടിയുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Okay. Question number 184. If a child's chronological age is equal to mental age, അപ്പൊ അതായത് CAയും MAയും സെയിം ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. into 100 അല്ലേ ഉള്ളൂ. അപ്പൊ 100 ആണ്. So answer is B, 100. Okay. Question number 85. Thurston's theory of intelligence is popularly known as Thurston's theory of intelligence നെ popularly നമ്മൾ എന്താണ് അറിയപ്പെടുന്നത്? Multiple factor theory. Easy as that. Group factor അല്ല, 2 factors പുള്ളിക്കാരന്റെ അല്ല, sampling theory അല്ല, 1 factor theory അല്ല. Thurston's theory of intelligence multiple factor theory എന്നാണ് popularly അറിയപ്പെടുന്നത്. Question number 186. Bhattia's test of intelligence is a modified version of ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഭാട്ടിയുടെ ഇന്റലിജൻസ് ടെസ്റ്റ് സ്കെയില് ഏത് സ്കെയിലിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ്? ഫോർ ദ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ്. അത് വെഷ്ലർ പെർഫോമൻസ് ബാറ്ററി ടെസ്റ്റിന്റെ എന്താ പറയുന്നത് ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ് ഭാട്ടിയുടെ സ്കെയിൽ 186. ഓക്കെ. ഇനി question number 187. Bhattia's test of intelligence is basically designed.
To what? To test the rural illiterate population of India, to test the urban illiterate population of India, to test the urban literate population of India, to test the urban literate population of England, to test the urban illiterate children of USA. അപ്പം ഭാട്ടിയ ടെസ്റ്റ് എന്താ പറയുക ഒരു പെർഫോമൻസ് ടെസ്റ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ച് ഉത്തരം തരണം. ഏതാണ്? ടു ടെസ്റ്റ് ദ ഇല്ലിറ്ററേറ്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇല്ലിറ്ററേറ്റ് വായിക്കാൻ അറിയാത്ത ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പെർഫോമൻസ് ടെസ്റ്റ്, ഭാട്ടിയുടെ പെർഫോമൻസ് ടെസ്റ്റ് ബേസിക്കലി ഡിസൈൻ ചെയ്തത്. Okay, 88th question. In the famous book Hereditary Genius, the author has emphasized biological heredity as the only factor that determines individual differences in intelligence. Who was the author? In the famous book Hereditary Genius, the author emphasized the biological heredity as the only factor that determined individual difference in intelligence. ആരാണ് ഈ ഒരു ബുക്ക് Hereditary Genius ന്റെ ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദ്യം. It is actually Sir Francis Galton ആണ് Hereditary Genius എന്ന് പറയുന്ന ബുക്കിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എഴുതിയത്. ഇനി question number 89. The first person who devised systematic tests to measure intelligence of children was. The first person who devised systematic tests to measure intelligence of children was 189. Levin Terman. Option B, Alfred Binet. Option C, David Wechsler. Option D, A.R. Jensen. Option E, R.D. Kettle. So question number 189. The answer is Albert Binet. The first person to devise systematic test to measure intelligence of children. അപ്പോൾ പുള്ളിയുടെ തന്നെയായിരുന്നല്ലോ ആദ്യത്തെ ടെസ്റ്റ്. 105. Okay. ഇനി question number 90. ഇനി 10 ചോദ്യങ്ങളും കൂടെ ഉള്ളൂ. Psychologists use face to measure intelligence of children, adults, both adults and children, female only, male only. Psychologist face എന്ന് പറയുന്ന ഇന്റലിജൻസ് ടെസ്റ്റ് ആരുടെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു? It is for adults. Okay. ഇനി question number 91. Scientific measure of intelligence was started by. Scientific measure of intelligence തുടങ്ങി വെച്ചത് ആരാണ്? 91. ഇതിന്റെ ഒക്കെ ഉത്തരം ബിനെയാണ്. ആദ്യത്തെ ടെസ്റ്റ് കൊണ്ടുവന്നത് ബിനെയാണ്. ഇനി question number 92. Guilford's cubical model provide. ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യൂബ് ഒക്കെ ഞാൻ വായിച്ചില്ലായിരുന്നോ? അപ്പൊ അതിനകത്ത് എത്ര ക്യൂബിക്കൽ മോഡൽ ഉണ്ടെന്നാണ്, എത്ര ഫാക്ടറുകൾ അടങ്ങുന്നതാണ് ഗിൽഫോർഡിന്റെ ക്യൂബിക്കൽ മോഡൽ? 150, 120, 125, 130, 160. It is actually 120 factors of intelligence ആണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. Next question, 93. Guilford's concept of intelligence include what he calls. Guilford's concept of intelligence include what he calls creative thinking, divergent thinking, abstract thinking, convergent thinking, none of the above. So Guilford's ഏത് കോൺസെപ്റ്റും കൂടി അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടി അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഈ question number 194 അല്ലെങ്കിൽ 94. Vernon has proposed that elements of G-factor theory and the multi-factor theories can be combined to form a monarchic theory, unitary theory, hierarchical theory, anarchic theory, none of the above. So now 94 the uttaram is hereditary theory. അങ്ങനെ ഒരു തിയറി ഇല്ല, ഹൈറാർക്കിക്കൽ തിയറി. Vernon പ്രപ്പോസ് ചെയ്തതനുസരിച്ച് എലമെന്റ്സ് ഓഫ് ജി ഫാക്ടറും മൾട്ടി ഫാക്ടർ തിയറിയും രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി question number 95. 195. Who viewed that intelligence is an adaptive process that involves an interplay of biological maturation, interaction ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒന്നായിട്ട് ആരാണ് കണ്ടതെന്നാണ് ചോദ്യം. question number 195. The answer is, the options are A. David Wechsler, B. Jean Piaget, option C. Lewis Terman, option D. Merrill, option E. Jerome Bruner. അപ്പോൾ 195ന്റെ ഉത്തരം is Jean Piaget. അദ്ദേഹമാണ് ഇന്റലിജൻസിനെ ഒരു അഡാപ്റ്റീവ് പ്രോസസ് ആയിട്ട് കണ്ടത്. ഇനി 196. The concept of IQ was proposed by William Stern in the year. അപ്പോൾ IQ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വില്യം സ്റ്റേൺ പുട്ട് ഫോർവേഡ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. ഇറ്റ് ഇസ് ഇൻ ദി ഇയർ 1914 ആണോ, 1912, 1900, 1920, 1950? ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ ദി ഇയർ 1912 Okay, ഇനി question number 97. The concept of mental age is meaningless for. നേരത്തെ ചോദ്യം വന്നിരുന്നു. It is meaningless for who? Mental age എന്ന് പറയുന്നത് is for adultsന് ഇത് meaningless ആണ്. ഇനി question number 198. A process theorist sees intellectual development partially as a growing reliance on internal representation. According to him, babies have a highly action-oriented form of intelligence. ഇത് ഏത് തിയറിസ്റ്റ് പറഞ്ഞതാണെന്നാണ് ചോദ്യം. Options are Jean Piaget, Jerome Bruner, C. Lewis
Termin, option D, Robert Sternberg, option E, Wechsler. It is actually said by Jerome Bruner. Question number 199. The concept of deviation IQ. Deviation IQ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത്. IQ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ല, deviation IQ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചത് is ഡേവിഡ് വെഷ്ലർ ആണ്. Okay. Question number 200. In Usigris and J. McVie Hunt developed a 6 set of developmental scales intended to measure progressive level of cognitive development in the ഒരു set of 6 developmental scales എന്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നാണ് ചോദ്യം. The answer is ഏതാണ്? First 2 years of life in the cognitive organization assess ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി question number last question. Which of the following is not a subset used by Wechsler to measure intelligence? Wechslerന്റെ intelligence scale subset അല്ലാത്തത് ഇതിലേതാണ്? A. Visual discourse, option B. digit symbol, option C. object assembly, option D. comprehension. It is actually visual discourse നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. So that's about it. I hope you guys would use this opportunity to actually practice ചെയ്യാനായിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ലൈവ് ആയിട്ടല്ല കാണുന്നതെങ്കിലും ഞാൻ വായിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ചോദ്യം നല്ലപോലെ വായിച്ച് ഇതിന്റെ ഉത്തരങ്ങൾ എന്താണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. So please look forward into that. So thank you so much for watching. This is Anuja Mary Thomas signing off from Kerala Exams. Good